എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റോട്ടിൽ കുറച്ച് ബിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പർട്ടിക്കുലർലി ഒരു വണ്ടിയൊന്നും പറയാൻ പറ്റില്ല. കാരണം ബൈക്കായാലും ഓട്ടോ ആയാലും പ്രൈവറ്റ് കാറായാലും ടാക്സി ആയാലും ബസ്സായാലും ഇതന്നെ സ്ഥിതി. അവർ നടുക്കി കൂടിയേ പോവുള്ളൂ. ഇടത്ത് സ്ഥലം ഉണ്ടെങ്കിലും അതിൽ കൂടെ പോവില്ല. ഒരു രസം ഇങ്ങനെ അങ്ങോട്ട് പോവും. 2 ഹോൺ അടിച്ച് ചിലപ്പോൾ മാറി തരും, അല്ലെങ്കിൽ ഹോൺ അടിച്ചാൽ സ്പീഡ് കൂട്ടും. ഇങ്ങനത്തെ കുറേ വിക്രീത്തരങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ. മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററൊന്നും ഇട്ടില്ല, അങ്ങോട്ട് തിരിക്കും. പിന്നിൽ വണ്ടിയുണ്ടോ, മുന്നിൽ ആളുണ്ടോ, കൂടെ ആരെങ്കിലും ഉണ്ടോ, അതൊന്നും നോക്കില്ല. ഏതോ ഒരു എന്താ പറയുക, വിചിത്ര ലോകത്തായിരിക്കുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് ബോധം വരുമ്പോൾ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. എങ്ങനെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല. ഓക്കെ. ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ ജീവനെ കൂടെ ഒന്ന് വില കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിലയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇടിച്ചിട്ട് നല്ലൊരു ഭാവിയുള്ള കുട്ടിയോ അല്ലെങ്കിൽ നല്ല ഒരു ഉദ്യോഗസ്ഥനോ നാടിന് വേണ്ടി ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ പോയാലോ. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിന് വിലയില്ലെങ്കിലും അത് വിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ജീവന് വില കൊടുക്കുക. ഓക്കെ. അതിപ്പോൾ മൃഗങ്ങളെ ഇടിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അവർക്ക് സംസാരിക്കാനും പറ്റില്ല, അവരുടെ വേദന പുറത്ത് പറയാനും പറ്റില്ല. ഞാൻ അന്നൊരു ദിവസം കണ്ടതാണ്, ഒരു പട്ടിക്കുട്ടീനെ വണ്ടി ഇടിച്ചിട്ട് പട്ടിക്കുട്ടിയുടെ കഴുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിഞ്ഞ് എന്താ പറയുക, ചോരൊക്കെ വാർന്ന് ഓടുകയാണത്. അതിന് ഒന്നും പറ്റണില്ല. ഓക്കെ. അപ്പോൾ അതിനവസാനം നമ്മൾ തൃശ്ശൂരത്തെ പോസ് അവരറിയിച്ച് ഡോഗ് റെസ്ക്യൂവിനെ അറിയിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വിടുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക.